എന്തായി എന്തായി പോരെ? സമാധാനായില്ലേ? സമാധാനായില്ലേ? ഹലോ ഗൈസ്, അപ്പോൾ സോൾമേറ്റ് ലവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. സമയം എത്രയാകുമ്പോൾ? 5:36. 7:00 എത്തുമല്ലോ അല്ലേ? പോവാം. ചാനൽ മഹാഗണപതി മനസാ സ്മരാമി, മഹാഗണപതി മനസാ സ്മരാമി, മഹാഗണപതി. രാവിലെ 5:30 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഏകദേശം 7:00 ആകുമ്പോഴേക്കും പറശ്ശിനിക്കടവ് എത്തുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പറശ്ശിനിക്ക് പോയി വിസ്മയ പാർക്കിലും കൂടി പോകണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ. ട്രെയിൻ പോകുന്നത് പരശുരാമൻ. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് നേരെ അമ്പലത്തിലേക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് തെയ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ. നമുക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു തെയ്യം ഉണ്ടോ ഇല്ലയോ എന്ന്. അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. നല്ല തിരക്കാണ് ഇവിടെ. മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പൈങ്കുറ്റിയും തിരുവപ്പനയുമാണ്. കള്ളും ഇവിടെ മുത്തപ്പന് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. അങ്ങനെ മുത്തപ്പനെ തൊഴുത് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മഴ ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അതും കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏത് സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും മുത്തപ്പൻ്റെ പ്രസാദം നമുക്ക് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. കടല പുഴുങ്ങിയതും ചായയുമാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? ജാതി മതഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ വരുന്നവൻ്റെ ജാതിയോ മതമോ ഒന്നും ആരും ഒന്നും നോക്കാറില്ല. ലേഡീസിന് വേറെയും ജെൻസിന് വേറെയുമാണ് ഭക്ഷണം കഴിക്കാനുള്ള ഹോൾ. ഇതൊക്കെ അമ്പലത്തിന് പുറമേയുള്ള കടകളാണ്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. നമ്മളെ മൊയിലാളി എന്തോ കമ്മലൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അതും കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് നേരെ വിസ്മയിലേക്ക്. അമ്മൂസാ എങ്ങോട്ടോന്നേ ഗൈസ്, രാവിലെ ആയതുകൊണ്ട് ആരും എത്തിയില്ല എന്നാണ് തോന്നുന്നത്. ഏകദേശം സമയം 9:30 മണി ആയതേ ഇല്ലൂ. 10:30 ഇവിടെ ഓപ്പൺ ആവുന്നെന്നാ പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോ പോകുന്നത് വിസ്മയ പാർക്കിലേക്കാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം 10ന് ശേഷം ആദ്യമായിട്ടാണ് അമ്മു ഇങ്ങോട്ടേക്ക് വരുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം എന്റെ ചൂടൻ വിസ്മയിലേക്ക് വരികയാണ് ഗൈസ്. നോക്കാം അടുത്തതായിട്ട് എന്താണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇരിക്കേ, നോക്കട്ടെ എന്ത് ചെയ്യാ നോക്കട്ടെ. പേരൊക്കെ ആദ്യം വരുമ്പോ കൊണ്ടണ്ട വേണ്ട എന്നല്ല പറഞ്ഞു. ആദ്യം ഒരാൾ വരുമ്പോ വേണ്ട അതെടുക്കണ്ടെന്ന് പറഞ്ഞു. നല്ല പാൽ തിന്നുന്നുണ്ട്. നല്ല അടിച്ചു വിടും. എന്തിനു വേണ്ടത്തവര് തിന്നേ? വേണ്ടത്തവര് തിന്നതിനി. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. ലാസ്റ്റ് എടുക്കാം. ലാസ്റ്റ് പോകുമ്പോ ലാസ്റ്റ് ബൂസ്റ്റ് വേണ്ട. അങ്ങനെ ലോക്കറൊക്കെ സെറ്റാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓരോ റൈഡിൽ കയറാൻ വേണ്ടി ഞാനും അമ്മു ഇതേ നടന്ന് പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒന്നും ആൾക്കാരേ ഇല്ല ഇവിടെ.
സമയം ആകെ 10:30 ഉള്ളൂ. വിജനതീരമി റൈഡിൽ കയറാൻ പേടിയില്ല, നമുക്ക് നോക്കാം. പോകുമ്പോൾ ആവേശം തിരിച്ചു വരുമ്പോൾ ഉണ്ടായാൽ മതി കേട്ടോ. എന്തായി പോരെ? സമാധാനായില്ലേ? ഇങ്ങോട്ടാ ഈലോട്ട് അമ്മ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ അറിയത്? അതുവരെ ധൈര്യത്തോടെ കേറി ആളെ ആടത്തിട്ട് കണ്ണ് തുറന്ന് എങ്ങനെ പേടിയുണ്ടെങ്കിൽ എന്നെ പിടിച്ചിരുന്നു. ഇത് സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞ എന്റെ വള്ളിയങ്കാവിലമ്മ എന്റെ അമ്മ പറയുന്നത് എന്നെ വള്ളിയങ്കാവിലമ്മേ ഒന്നും കഴിഞ്ഞില്ല. എന്നെ വലിയ പറഞ്ഞിട്ട് കയറ്റിയത് എടുത്ത് കാറെടുത്തു. നല്ല ഉണ്ട് അതുകൊണ്ട്. കഴുത നീ എന്നെ കുത്താനായാ? ചവിട്ടത് ചവിട്ട് This is my entertainment. ആരില്ലാത്ത വിസ്മയ. അതുകൊണ്ട് ഒരു ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം പെട്ടെന്ന് റൈഡിൽ കയറാൻ വേണ്ടി പറ്റി. ഉണ്ണി എന്തോ ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ല കാറ്റുള്ളത്. എങ്ങോട്ട് സ്റ്റോപ്പായി. അങ്ങോട്ട് ഇങ്ങോട്ട് ഓടെ ഈടാ ഇല്ലേ ഇങ്ങോട്ട് ആ ഓടെ അടുത്താല കുട്ടി ഓടെ എന്തായി പോട് പോടമ്മോ സ്റ്റോപ്പായ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിലല്ലേ പന്ന വല്ലിന് ആദ്യം വന്നാ ഓട് ഇത് പന്ന വഴി ചില്ലലിട്ട് പൊട്ടുന്നുണ്ട്. കുടുങ്ങി എത്തിയ പുറത്ത് അടുത്ത പരിപാടി കഴിഞ്ഞില്ല ഗൈസ്. സ്റ്റാർട്ടിങ് ഇതേ പണി തിന്നുക. ഓ സൂപ്പർമാനാ ഗൈസ്. അപ്പൊ നമ്മ അടുത്ത നേത്രാവതി എക്സ്പ്രസ്സിലാണ് അത്ര യാത്ര ചെയ്യുന്നത്. ഇല്ല നടന്നത്. അരകൂക്കുന്നുണ്ടായിരുന്നു.
Io! Itu di goma! ഉണ്ണി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാം. അമ്മു മുടിക്ക് ക്യാപ്പൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ക്യാമറ ഇത് പൂളിൽ അലോഡില്ല. ഗൈസ് അധികം തിരക്കൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റാണ്, അധികം വെയിലുമില്ല മഴയില്ല. അടുത്ത നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതിലേക്കാണ്. മഴയില്ലാത്തത് കൊണ്ട് നല്ലൊരു സീനാണ് ഇവിടെ. ഞാൻ വരുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരിക്കുമെന്ന്, പക്ഷെ മഴ പെയ്തിട്ടേ ഇല്ല. നീ പോയിട്ട് ബാഹുബലിന്ന് അവർ കൊണ്ടിരുന്ന മാതിരി സാധനം രണ്ടെണ്ണം എടുത്തിട്ടോ. ഏതിൽ പോന്നേ? ഡബിൾ പോന്നല്ലേ? ഡബില് യാരിവൻ രണ്ടുപേരില്ലത്. ചോറായി. കരിമീനക്കണ്ണാളെ വീടിന്റെ വെള്ളത്തിലിട്ടോ. അധികം ലേറ്റ് ആവാൻ നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പാട് തന്നെ നമ്മ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നമ്മ വരുന്ന സമയത്ത് ആരും ഉണ്ടായിട്ട് ഇപ്പൊ നോക്കി നിറഞ്ഞു.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ സമയം എത്രയായിരുന്നു? 4 മണി. ഐസ്ക്രീം കഴിക്കണമെന്ന മോഹവുമായി ഞാൻ നേരെ ചെന്നുപെട്ടത് കാഞ്ഞങ്ങാട് ഫ്രൂട്ട് ബേയുടെ മുമ്പിലായിരുന്നു. സന്തോഷം ഫ്രൂട്ട് ബേ. എന്ത് വേണ്ട പറ. എന്തൊക്കെ മണിക്ക് ഇത് ഏത് വേണ്ടേ? ഫലൂഡ. ഏത് വേണ്ടേ? മിക്സ് ഫ്രൂട്ട് ഫലൂഡ. അതാ വേണ്ടേ? അല്ല, എന്തിന് ഞാൻ സന്തോഷം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൊച്ചിയിൽ പഠിക്കുമ്പോഴാണ് ബ്ലൂബെറി കഴിച്ചത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടാ. നല്ലത് അത് മേടിച്ചെന്നുകൊണ്ട് മാത്രം. കഴിച്ചോ? അഭിപ്രായം പറയണം. ടേസ്റ്റിയാ? സൂപ്പറാ? അങ്ങനെയല്ല അത് ചുള്ളല്ല. അത് ഇത്രയും വലിയ ഐസ്ക്രീം വെച്ചിട്ട് എൻ്റെ ചുള്ളത്. അങ്ങനെ ട്രെൻഡ്സിലും പോയി കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഒരു കുഞ്ഞു കേക്കും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. കാരണം ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. അങ്ങനെ ഒരു കേക്ക് മുറിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു.